ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നീരാളിയെ പറ്റിയാണ്. കടലിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് നീരാളി. കിനാവള്ളി എന്നും ഇതിന് പേരുണ്ട്. ഏകദേശം 300 തരം നീരാളികൾ ഇപ്പോൾ കടലിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കണക്കിൽപ്പെടാത്ത അനവധി ഉണ്ട്. നീരാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവയുടെ ശരീരത്തിൽ എല്ലുകൾ കാണാനായി കഴിയുകയില്ല. കൂടാതെ ഇവയ്ക്ക് ശരീരം ചെറുതാക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് വളരെ ചെറിയ സ്ഥലത്തു കൂടിയും ഇറങ്ങിക്കയറാൻ സാധിക്കുന്നു. നീരാളിക്ക് 2 വലിയ കണ്ണുകൾ ഉണ്ട്. ഇതിന് പ്രധാനമായും 8 കൈകളാണ് ഉള്ളത്. ഒരു കൈ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് പുതിയ കൈ വളർന്നു വരുന്നു. നീരാളികൾ സഞ്ചരിക്കുന്നതും ഇരപിടിക്കുന്നതും കൈകൾ ഉപയോഗിച്ചാണ്. ഇവയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഞണ്ടുകളും കക്കകളുമാണ്. ഏറ്റവും വലിയ നീരാളിക്ക് 20 അടിയിൽ ഏറെ വലുപ്പമുണ്ട്. ഏറ്റവും ചെറിയ നീരാളിക്ക് 1 ഇഞ്ചിൽ താഴെ വലുപ്പമേ ഉള്ളൂ. ഒരു പെൺനീരാളി ഒറ്റ തവണ 1,00,000-ലേറെ മുട്ടകൾ ഇടുന്നു. ഈ മുട്ടകളുടെ സംരക്ഷണ ചുമതലയും പെൺനീരാളിക്കാണ്. നീരാളിക്ക് 3 ഹൃദയങ്ങൾ ഉണ്ട്. നീരാളികൾ സാധാരണയായി ഉഷ്ണമേഖലയിൽ സൗമ്യ കാലാവസ്ഥയുമുള്ള കടൽ പ്രദേശങ്ങളിൽ ജീവിക്കുന്നു. ഇവയെ സാധാരണയായി കടലിൻ്റെ അടിത്തട്ടിൽ, പാറക്കെട്ടുകൾ, പുറ്റുകൾ, കടൽപ്പായൽ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണാൻ കഴിയും. ഭൂരിഭാഗം നീരാളികൾ തീരപ്രദേശങ്ങളിലെ ഷേലോ വാട്ടേഴ്സിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ചില വർഗ്ഗങ്ങൾ ആഴക്കടലിലും കാണപ്പെടുന്നു. ഗുഹകൾ, പാറക്കെണികൾ, ചെറിയ പൂങ്ങച്ചങ്ങൾ എന്നിവയിൽ ഇവ താമസിച്ച് വേട്ടയാടുകയും സുരക്ഷിതമാകുകയും ചെയ്യുന്നു. രാത്രിയാണ് കൂടുതലായും വേട്ടയ്ക്ക് ഇറങ്ങുന്നത്. പകൽ സമയം കൂടുതലായും ഒളിച്ചിരിക്കും. നീരാളികൾ സ്ത്രീയും പുരുഷനും വേർതിരിച്ച് നിലനിൽക്കുന്നത്. പുരുഷ നീരാളിക്ക് ഹെക്ടോപ്റ്റെരസ് എന്ന് വിളിക്കുന്ന പ്രത്യേക കൈയുണ്ട്. ഈ പ്രത്യേക കൈ കൊണ്ട് സ്പെർമ പാക്കറ്റ് പെൺനീരാളിയുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം പെൺനീരാളി 100 കണക്കിന് മുതൽ 1000 കണക്കിന് വരെ മുട്ടകൾ ഇടുന്നു. ഈ മുട്ടകൾ പാറക്കെട്ടുകൾക്കിടയിൽ, ഗുഹകളിൽ, സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തൂക്കിവെക്കുന്നു. പെൺനീരാളി ആ മുട്ടകൾ അതിൻ്റെ കൈകളാൽ വാതക വിനിമയം നടക്കുന്നതിന് വേണ്ടി ശുദ്ധജലം ഒഴുക്കുകയും അഴുക്കും ശത്രുക്കളും അകറ്റുകയും ചെയ്യുന്നു. പെൺനീരാളി ഭക്ഷണം കഴിക്കാതെ തന്നെ മാസങ്ങളോളം മുട്ടകൾ കാത്തു സൂക്ഷിക്കുന്നു. മുട്ടകൾ വിരിഞ്ഞാൽ ചെറിയ നീരാളി കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. ഈ കുഞ്ഞുങ്ങൾ ആദ്യകാലത്ത് പ്ലാങ്ക്ടൺ പോലെ വെള്ളത്തിൽ ഒഴുകി ജീവിക്കും. പിന്നീട് വളർന്ന് കടലിൻ്റെ അടിത്തട്ടിലേക്ക് മാറുന്നു. പെൺനീരാളി മുട്ട വിരിഞ്ഞതിനു ശേഷം സാധാരണയായി മരിക്കാറാണ് പതിവ്. പുരുഷ നീരാളിയും സങ്കലനത്തിന് ശേഷം അധികകാലം ജീവിക്കാറില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.